ഗുരുഭ്യോ നമ. വിഘ്നേശ്വരായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീ മഹാഭാഗവതം ദശമം കേരള ഭാഷാഗാനം 8-ാം അധ്യായത്തിലെ 3-ാമത്തെ ഭാഗമാണെന്ന് സമർപ്പിക്കുന്നത്. ഗോപികമാരുടെ ഭവനങ്ങളിൽ ചെന്ന് വെണ്ണ കക്കണതും പാലും മോരും തൈരും ഒക്കെ കട്ട് തിന്നണതും ഗോപികമാർ യശോദാമോട് പോയിട്ട് പരാതി പറയണതും ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഈ 3-ാം ഭാഗത്ത് സമർപ്പിക്കുന്നത്. എല്ലാവർക്കും പൊന്നുണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ജയ് ശ്രീ രാധേ 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 ശ്യാം. കണ്ണൻ്റെ കഥകൾ പറയുമ്പോഴും കണ്ണനെ സ്മരിക്കുമ്പോഴും കണ്ണൻ്റെ കേളികൾ വായിക്കുമ്പോഴും ഒന്നും പലപ്പോഴും പല അക്ഷരങ്ങളും കാണാറില്ല, മറന്നു പോവും. ഓരോ ഭാഗത്തും ഏതുവരെ എത്തി എന്നുള്ളൊരു ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെയാണ് കണ്ണൻ്റെ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചാൽ അല്ലേ? എല്ലാവർക്കും അങ്ങനെ തന്നെയാവും. പൊന്നുണ്ണിക്കണ്ണൻ്റെ കാര്യങ്ങൾ സ്മരിക്കുമ്പോൾ മറ്റതൊക്കെ നമ്മൾ മറക്കും. അപ്പോൾ ചില സമയത്ത് ചില ഭാഗങ്ങൾ വരുമ്പോൾ അതുവരെ എന്താ പറഞ്ഞത്, അതുവരെ എന്താ ചൊല്ലിയത് ഒന്നും ഓർമ്മയുണ്ടാവില്ല. എല്ലാം കണ്ണൻ്റെ ഇച്ഛ പോലെ, രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം പോലെ നടക്കട്ടെ എന്ന് വിചാരിച്ച് സമർപ്പിക്കുകയാണ്. അനുഭവിച്ചറിയുമ്പോൾ ഉണ്ടാവുന്ന ആ സന്തോഷം ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും കിട്ടിയാൽ അതും ഭഗവാന്റെ അനുഗ്രഹം. ജയ് ശ്രീ രാധേ 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 ശ്യാം. ഗോപസ്ത്രീ ജനങ്ങൾക്കു നല്ലതു വരുത്തുവാൻ ഗോപബാലന്മാരോടും കൃഷ്ണനും അതുകാലം വല്ലവീജനത്തിൻ്റെ മന്ദിരമതിൽ പുക്കു മെല്ലവേ വെണ്ണ കവർന്നുണ്ടിട്ടു ഗമിച്ചിടും. പിന്നെയോ അഹങ്കാരമോരോന്നു സഹിയാഞ്ഞു വന്നുടൻ ഗോപിമാരും മാതാവോടുര ചെയ്താർ. വല്ലവീ കുലനാഥേ ചൊല്ലേറും യശോദേ കേൾ, നല്ലതീനല്ലാത്തവ നന്ദനൻ തുടങ്ങുന്നു. വല്ലവീ ജനങ്ങളാം ഞങ്ങൾക്കു പൊറുതിയു മില്ലാതെ ചമഞ്ഞിതു നിന്നുടെ തനയനാൽ. അന്നേരം ഒരു ഗോപി ചൊല്ലിനാൾ, കൃഷ്ണൻ താനു മിന്നലെ മമ ഗൃഹേ വന്നിതു രാത്രി തന്നിൽ. ഉണ്ണികളായവരും ഒന്നിച്ചു നെയ്യും പാലും വെണ്ണയുമുണ്ടു തൃപ്തി വന്നൊരു ശേഷമെല്ലാം ഒന്നിച്ചു കൊണ്ടുവന്നു മാർജാരന്മാർക്കു നൽകി. പിന്നെയും ശേഷിച്ചവ കുപ്പയിലാക്കിയിടിനാൻ. മൺപാത്രമെല്ലാം തച്ചു തകർന്നു ശിക്യങ്ങളു മമ്പോടു മുറിച്ചിട്ടു വേഗന നട കൊണ്ടാൻ. ക്ഷീരവും നെയ്യുമെല്ലാം വേണ്ടതു കൊടുത്താലും ചോരണം ചെയ്തിടുവാൻ എന്തൊരു മൂലം ചൊല്ലി. ചോരണം ചെയ്താകിലും ഭാജനം തകർത്തിട്ടു കാര്യമെന്തുള്ളതു കൃഷ്ണനു നിരൂപിച്ചാൽ. ഇത്തരം കാട്ടുന്നതു ശിക്ഷിച്ചു മാറ്റിയിടായി ലുത്തമേ ഞങ്ങളെല്ലാം പോകയെന്നതും വരും. മറ്റൊരു ഗോപി ചൊന്നാൾ, കുറ്റമില്ലിവൾ ചൊന്നതറ്റു വീണതുപോലെ കൃഷ്ണനും കൂട്ടങ്ങളും എന്നുടെ ഗൃഹം തന്നിൽ വന്നു ചെയ്തവയെല്ലാം നന്നല്ല പറവാന. എങ്കിലും പറയുന്നു വൃദ്ധനാകിയ താതൻ തനിക്കു സേവിപ്പാനായി ദുഗ്ധമങ്ങിരു നാഴി കാച്ചി ഞാൻ വെച്ചിരുന്നേ. തത്ര ചെന്നവയെല്ലാം കുടിച്ചു പാത്രം തന്നിൽ തക്രവും നിറച്ചു വെച്ചാരുമേ അറിയാതെ പോയൊരു ശേഷം താതാനന്ദനായതു മൂലം മായങ്ങളറിയാതെ നിത്യമുള്ളതുപോലെ ദുഗ്ധവും കുടിച്ചപ്പോൾ തക്രമെന്നറിയുകയാൽ
ക്രുദ്ധനായ എന്നെ വന്നു ഷണ്ഡകളിട്ടിടിനാൻ. അന്നേരം മറ്റൊരുത്തി ചൊല്ലിനാളഹോ കഷ്ട എന്നുടെ ഗൃഹം തന്നിൽ വന്നുടൻ തവ പുത്രൻ ഗോക്കളെ പിരിഞ്ഞങ്ങു കെട്ടിയ വത്സന്മാരെ ഒക്കവേ ഒന്നിച്ചാക്കി തൽക്ഷണം കുടിപ്പിച്ചു. വ്യാഘ്രശബ്ദത്തെ പോലെ ശബ്ദിച്ചാനതു കേട്ടു. ശീഘ്രമായി ഞങ്ങളെല്ലാം നോക്കുവാൻ പോയ നേരം സത്വരാമകത്തു പൂക്കാജ്യവും പാലുമെല്ലാം എത്തുന്ന ദിക്കിലുള്ളതൊക്കെയും ഭുജിച്ചുടൻ എത്തതുള്ളൊരു ദിക്കിലുള്ളതിൻ കീഴേ ചെന്നു സത്വരാമുര ലുകൾ വെച്ചതിൻ മുകളേറി. പിന്നെയും എത്തായികയാൽ നല്ലൊരു കടകോലു തന്നോടെ വാലു കൊണ്ടു പാത്രങ്ങൾ തുളച്ചുടൻ വന്നിടുന്നൊരു പാലു മിക്കതും ഭുജിച്ചു താൻ. പിന്നെയുള്ളതു ചില ബാലകന്മാർക്കു നൽകി പാത്രവും തച്ചു തകർത്താർത്തങ്ങു പോയിടിന. നാർത്തികളിതിൽ പരാമെന്തു വേണ്ടതു നാഥേ. അന്നേരം ഒരു നാരി ചൊല്ലിനാൾ മമാഗഹേ വന്നവൻ ചെയ്തതിന്നു നാണമാകുന്നു ചൊൽവാൻ. താതനും മറ്റുള്ളൊരു മത്താഴം തുടർന്നപ്പോൾ ഭൂതലെ ചെന്നു കിടന്നുറങ്ങിപ്പോയേ ഞാനും. വസ്ത്രവും അഴിഞ്ഞുപോയി നിദ്രയിലറിയാതെ സത്വരം തത്ര വന്നു കൃഷ്ണനും കൂട്ടങ്ങളും. എന്നുടെ മാരാഗേഹേ വെണ്ണയും വെച്ചു കൃഷ്ണൻ തന്നുടെ മാർജാരനെ കൊണ്ടതു ഭുജിപ്പിച്ചാൻ. ഞെട്ടിയങ്ങുണർന്നിതു ഞാനുമന്നേരം കയ്യും കൊട്ടിയങ്ങെല്ലാവരും ചിരിച്ചു പോയിടിനാർ. അന്നെനിക്കുണ്ടായൊരു കോപവും നാണക്കേടു ഒന്നൊഴിയാതെ ചൊല്ലാനാവതല്ലെനിക്കേതും. പിന്നെയും ഓരോ തരം ചൊല്ലിനാരെല്ലാവരും ധന്യനിൻ തനയനു ദുഷ്ടത ചെറുതല്ല. ശിക്ഷിച്ചു വളർത്തേണ്ടും കാലത്തു ബാലന്മാരെ ശിക്ഷിച്ചു വളർത്താഞ്ഞാലിങ്ങനെ വരുമല്ലോ. ഇന്നു നിൻ വാത്സല്യത്താലൊന്നു മങ്ങിളക്കാഞ്ഞാൽ വന്നിടും ദുഷ്കീർത്തികൾ നന്ദനും ഭവതിക്കും. ദുശീലം ഇന്നു തന്നെ മാറ്റിവെച്ചിടായിലോ. വിശ്വൈകാചോരൻ കൃഷ്ണൻ എന്നതു വിളികൊള്ളും. വല്ലാത്ത തനയന്മാരുണ്ടാകുന്നതിനേക്കാൾ നല്ലതു തനയന്മാരില്ലയിലതു തന്നെ. നന്ദനെ നിനച്ചാലും നിന്നെയോർത്താലും തവ നന്ദനൻ ദുഷ്ടനായി വന്നതു ചേരുന്നില്ല. ഗോപികാകുലനാഥേ കൃഷ്ണനും ഞങ്ങൾക്കിന്നു ഗോപിമാരെന്നുള്ളൊരു നാമവും സത്യമാക്കും. ഇന്നിവൻ ഗോപശ്രേഷ്ഠനായി വരും കാലം ഗോപ കന്യകമാരാം ഞങ്ങളെല്ലാരും ഇരന്നിടും. നന്ദനോടിവ ചൊൽവാനാവതല്ലോ ഞങ്ങൾ എന്നതു കൊണ്ടു നിന്നോടൊക്കെയുമുര ചെയ്തേൻ. ഇന്നു നീ രക്ഷിച്ചകിൽ ഞങ്ങളി ഇരുന്നിടാം അന്യദേശത്തെ നോക്കി പോകുന്നേനല്ലാകിലോ. ഇത്തരം അവരുടെ വാക്കുകൾ കേട്ട നേരം ചിത്തകാരുണ്യം കൊണ്ടും പുത്രനെ സ്നേഹം കൊണ്ടും എന്തു ഞാൻ ചെയ്യേണ്ടതെന്നാത്മനാ യശോദയും ചിന്തിച്ചു ഗോപിമാരോടിവണ്ണം ചൊല്ലിയിടിനാൾ. അങ്കനമാരെ നിങ്ങളേതുമേ ഖേദിക്കേണ്ട. മംഗളം വന്നു കൂടുമില്ല സംശയമേതും. നിങ്ങളിന്നുര ചെയ്തതൊക്കെയും സത്യമത്രേ. ഭംഗി ചൊൽകയുമല്ല സങ്കടമുണ്ടാകേണ്ട. എങ്കിലും കൃഷ്ണൻ തന്നോടപ്രിയം ചൊല്ലിയിടുവാൻ പങ്കജനേത്രമാരെ തോന്നുന്നില്ലെനിക്കേതും. മൺപാത്രം പോയതിന്നു നിങ്ങൾക്കിന്നെല്ലാവർക്കും പൊൻപാത്രം തന്നിടുവൻ സങ്കടമുണ്ടാകേണ്ട. എന്നുരാ ചെയ്തു കൊണ്ടു പൊന്നുകൊണ്ടുള്ള പാത്ര 302 വേണ്ടതു നൽകിയിടിനാൾ. പൊന്നുകൾ പണങ്ങളും കൊടുത്തു ചൊന്നാനിനി ഒന്നുമേ ഉണ്ടാകയിൽ അങ്ങു പോയി വസിച്ചാലും എന്നതു കേട്ടു ഗോപ സ്ത്രീകളും മോദത്തോടും നന്നായി വന്നിടും നിനക്കെന്നുര ചെയ്തു പോന്നാർ. എൻ്റെ ഈ വാക്കുകൾ
പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. എല്ലാ ഗുരുനാഥന്മാരെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നമസ്കരിക്കണു. ജയ് ശ്രീ രാധേ 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 ശ്യാം.